വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ ദൂതനൂതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിച്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരതേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലോൻ എന്നും പേർ. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. ആമേൻ.